ജയനാഥിന്റെ മഹത്വം. ഭാവനയുടെ പേര് ബാങ്ക് ഓഫ് സിയോൺ. ദേശസാൽകൃത ബാങ്കുകൾ മുതൽ ന്യൂ ജനറേഷൻ ബാങ്ക് വരെ എത്തി നിൽക്കുന്ന നമ്മുടെ സമൂഹത്തിന് മുൻപിൽ ഒരു ബാങ്ക് കൂടെ പരിചയപ്പെടുത്തട്ടെ. ബാങ്ക് ഓഫ് സിയോൺ. നിക്ഷേപകർക്ക് ആകർഷകമായ പലിശ ഈ ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നു. ഇവിടെ ഹ്രസ്വകാല നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല. ലോകത്തുടനീളം ബ്രാഞ്ചുകളുള്ള ഈ ബാങ്കിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുക. നിങ്ങളുടെ നിക്ഷേപങ്ങൾ കള്ളൻ മോഷ്ടിക്കാതെയും ചിതൽ, തുരുമ്പ് എന്നിവ ഏൽക്കാതെയുമുള്ള ലോക്കറിലാണ് സൂക്ഷിക്കുക. ദൈവവചനമെന്ന ഇരുവായ്ത്തലയുള്ള വാളായ വേദപുസ്തകമാണ് ഈ ലോക്കറിന്റെ താക്കോൽ. നിക്ഷേപകർക്ക് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്ന ഈ ബാങ്കിൽ സ്വർണം, വെള്ളി മുതലായ വസ്തുക്കൾ സൂക്ഷിക്കുന്നതല്ല. തീയിൽ അഴിഞ്ഞു പോകാത്ത നിങ്ങളുടെ പ്രവൃത്തികളാവുന്ന നിക്ഷേപങ്ങൾ ഇവിടെ സ്വീകരിക്കുന്നതാണ്. ആരെ വിഴുങ്ങേണ്ടു എന്ന് ചിന്തിച്ച് അലർന്ന സിംഹം എന്ന പോലെ നടക്കുന്ന ശത്രു ഈ ബാങ്കിനെ ആക്രമിക്കാൻ സാധ്യത ഉണ്ടെങ്കിലും ദൂതവൃന്ദത്തിന്റെ ശക്തമായ കാവൽ ബാങ്ക് ഉറപ്പു നൽകുന്നു. ഇതിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ തുടങ്ങി 9 തരത്തിലുള്ള വായ്പകൾ ഇവിടെ നിന്നും നൽകുന്നുണ്ട്. എന്നാൽ വായ്പകളാണെങ്കിൽ തന്നെയും അത് തിരിച്ചടയ്ക്കേണ്ടതില്ല എന്നുള്ളൊരു പ്രത്യേകതയും ഇതിനുണ്ട്. മറ്റുള്ളവർക്ക് ഉപയോഗയോഗ്യമാകുന്ന തരത്തിൽ ഈ വായ്പകൾ യഥേഷ്ടം ഉപയോഗിക്കാവുന്നതാണ്. ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരെ അപ്പോസ്തലർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഇവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവൃത്തികളെ ക്രമീകരിച്ച് ബാങ്കിലേക്ക് അയച്ചാൽ പലിശ അടക്കം നിങ്ങളുടെ നിക്ഷേപങ്ങൾ തിരിച്ചു ലഭിക്കുന്നതാണ്. പ്രാർത്ഥനാ ചെക്കുകളും അപേക്ഷാ ഡ്രാഫ്റ്റുകളും നിങ്ങൾക്ക് നേരിട്ട് നിക്ഷേപിക്കാം. ഈ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ യേശുക്രിസ്തുവാണ്. നിങ്ങളുടെ ചെക്കുകൾ, ഡീഡുകൾ, വായ്പയ്ക്കുള്ള അപേക്ഷകൾ എന്നിവയെല്ലാം MD-യുടെ പേരിൽ മാത്രം അയക്കാം. ഒരു വ്യക്തിയെ ഈ ബാങ്കിൽ അംഗമാക്കത്തക്ക വിധത്തിൽ പ്രവർത്തിച്ചാൽ അവർക്ക് പ്രത്യേക പ്രതിഫലം ലഭിക്കുന്നതാണ്. ഇതിൽ അക്കൗണ്ട് തുടങ്ങുവാനുള്ള വ്യവസ്ഥ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം എന്നുള്ളതാണ്. അതല്ലാതെ വേറെ വരിസംഖ്യയോ മറ്റോ നൽകേണ്ടതില്ല. ഇതിന്റെ ഹെഡ് ഓഫീസ് സ്വർഗത്തിലാണ്. എന്നാൽ നവയെരുശലേം എന്ന നഗരം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി പൂർത്തിയായി ഓഫീസ് അങ്ങോട്ട് മാറ്റുന്നതാണ്. പുതിയ ഓഫീസ് മുത്തുകൾ, വിലയേറിയ രത്നങ്ങൾ എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബാങ്കിലെ അംഗമാകുന്നതിന് നിങ്ങളുടെ അഴുക്കും അന്ധകാരവും നിറഞ്ഞ ഹൃദയം എന്ന പഴയ പാസ്ബുക്ക് മാനേജിംഗ് ഡയറക്ടറായ ശ്രീ യേശുക്രിസ്തുവിന്റെ കരങ്ങളിൽ നൽകുമ്പോൾ ഡയറക്ടർ പഞ്ഞി പോലെ വെണ്മയാക്കി തിരികെ നൽകുന്നു. പഴയതും മുഷിഞ്ഞതും കീറിയതുമായ നോട്ടുകൾ സാധാരണ ബാങ്കുകളിൽ മാറ്റിയെടുക്കുന്നത് പോലെ കല്ലായുള്ള ഹൃദയം മാറ്റി മാംസളമായത് തിരികെ തരുവാൻ ഞങ്ങളുടെ MD-ക്ക് യാതൊരു മടിയുമില്ല. ബാങ്കിലെ അംഗത്വം ലഭിച്ചവർക്ക് മാത്രമേ വായ്പകൾ ലഭിക്കുകയുള്ളൂ. പ്രാർത്ഥനാ ചെക്കുകളും അപേക്ഷാ ഡ്രാഫ്റ്റുകളും ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ അത് വളരെ ജാഗ്രതയോടെ മറ്റ് ചിന്തകളൊന്നുമില്ലാതെ നിക്ഷേപങ്ങൾ ബാങ്കിൽ എത്തി എന്ന് ഉറപ്പുവരുത്തുക. പ്രാർത്ഥനാ ചെക്കുകളും അപേക്ഷാ ഡ്രാഫ്റ്റുകളും മധ്യസ്ഥന്മാർ മുഖാന്തരം സ്വീകരിക്കുന്നതല്ല, നേരിട്ട് ഏൽപ്പിക്കുക. നിങ്ങൾ ബാങ്കിന്റെ സ്ഥിര നിക്ഷേപകരാണെങ്കിൽ നവയെരുശലേം ടൗണിലെ ഹൃദയഭാഗത്ത് നിങ്ങൾക്ക് മനോഹരമായ ഒരു ഭവനം സൗജന്യമായി നൽകുന്നു. മാത്രമല്ല 1000-10,000 നിക്ഷേപകരുടെ മുൻപിൽ വെച്ച് പ്രത്യേക പാരിതോഷികം ഡയറക്ടർ നേരിട്ട് നൽകുന്നതാണ്. ശ്രദ്ധിക്കുക, MD നിങ്ങളുടെ പഴയ പാസ്ബുക്ക് ആകുന്ന ഹൃദയം വെരിഫിക്കേഷൻ ചെയ്ത് പുതിയത് തന്നു കഴിഞ്ഞാൽ അതിൽ പിന്നെ പക, പിണക്കം, ക്രോധം, അസൂയ തുടങ്ങിയ ദുഷ്പ്രവൃത്തികൾ ഉണ്ടാകാൻ പാടില്ല. ഈ ബാങ്കിൽ തട്ടിപ്പോ വെട്ടിപ്പോ നടത്താൻ പാടില്ല. നടത്തിയാൽ ലഭിക്കുന്ന ശിക്ഷ ഭയാനകമാണ്. തട്ടിപ്പ് നടത്തിയ ചിലരുടെ അനുഭവം പ്രോസ്പെക്ടസിൽ കൊടുത്തിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. യെരുശലേമിൽ ഗേഹസി ധനം മോഹിച്ച് കുഷ്ഠരോഗിയായി തീർന്നു. അനന്യാസ്, സഫീര ദമ്പതികൾ വലിയ കൃത്രിമം കാണിച്ചതിനാൽ മരണത്തിനിരയായി തീർന്നു. അപ്പോസ്തലനായ ഇസ്കരിയോത്ത യൂദ ബാങ്ക് ഡയറക്ടറിനെ കൊല്ലാൻ ശ്രമിച്ച് സ്വയം തൂങ്ങി മരിച്ചു. ഇവരെല്ലാം അഗ്നിയിൽ നിലവിളിക്കുകയാണ്. എന്നാൽ ചില മഹത് വ്യക്തികൾ ഈ ബാങ്കിലെ സ്ഥിര നിക്ഷേപകരായിട്ടുണ്ട്. അബ്രഹാം, ഇസഹാക്ക്, ദാനിയേൽ, യോസഫ് ഇവരെല്ലാം ഈ കൂട്ടത്തിൽ പെടുന്നു. ഈ ബാങ്കിനെതിരെ പല ബാങ്കുകളും കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവയിലൊന്നും വീഴാതിരിക്കാൻ സൂക്ഷിക്കുക. പ്രിയരെ, നിങ്ങൾ ഇതുവരെയെല്ലാം ഈ ബാങ്കിൽ അംഗത്വം എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ശ്രീ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയം നൽകി യേശുവിനെ വിശ്വസിച്ച് രക്ഷ നേടുക. ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ദൈവനാമത്തിൽ നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന, ശാരീരിക അധ്വാനം, സാമ്പത്തിക സഹായങ്ങൾ, കൂടിവരവുകൾ ഒന്നും വ്യർത്ഥമല്ല. നിങ്ങൾ ചെയ്തതിന്റെ 10 മടങ്ങ് നിങ്ങൾക്ക് ലഭിക്കും. ബൈബിൾ ഇപ്രകാരം പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അവരോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. പ്രിയരെ, നിങ്ങളും ഈ ബാങ്കിൽ അംഗമാകും. നമ്മുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നമ്മുടെ ഹൃദയവും ഇരിക്കും. പുഴുവും തുരുമ്പും എടുക്കാതെ
സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം ആയിരിക്കട്ടെ. നിങ്ങളുടെ ഈ ബാങ്കിൽ അക്കൗണ്ട് എടുത്ത് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.